പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയ കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടിനെയും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെ ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. കുണ്ടം പുതിയൊരു ദീനുണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അനുസരിച്ച് ഖുർആനെ തിരുത്താനും ഇസ്ലാമിനെ തിരുത്താനും വേണ്ടിയിട്ട് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഒക്കെ ഇപ്പോൾ അവൻ്റെ കയ്യിലാണ്. അവൻ പറയണത് തന്നെ കാര്യങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പണ്ടൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടും പെണ്ണുങ്ങൾ ആണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടുമാണല്ലോ നടന്നിരുന്നത്. അതാണല്ലോ ഇപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാര്യം അങ്ങനെ. എടാ, ലൂത്ത് നബിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? മദ്രസയിൽ പോയപ്പോൾ അത് കേട്ടിരുന്നു? അതോ അന്നും ഇതേപോലെ നോക്കിയിട്ട് നടക്കുമായിരുന്നു? ഈ നല്ലൊരു ഒന്നാന്തരം ആണ്. നിനക്ക് പഠിച്ചോൻ നല്ല താടിയും മീശയും തന്നിട്ടുണ്ട്, ഒരാണിൻ്റെ പൗരുഷ തന്നിരുന്നു. ഇതൊക്കെ മാറ്റിയിട്ട് ഒരു പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ തലയിലൊരു തട്ട് കൊടുത്തിട്ട് ഒരു കുണ്ടനായിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് എന്താ എൻ്റെ അവസ്ഥ? എന്നിട്ട് പറയാം എവിടെയും പറഞ്ഞിട്ടില്ല, വെറുക്കപ്പെട്ടിട്ടില്ല, അതന്നെ. എന്നാൽ പിന്നെ എല്ലാവർക്കും പോയി ചെയ്തൂടെ? പിന്നെ എൻ്റെ ഇപ്പം എന്തേ മറ്റേ മാക്സി ഇട്ടിട്ട് നടക്കാഞ്ഞ്? അല്ലെങ്കിൽ എൻ്റെ ഇപ്പം എന്തേ മറ്റേ ഈ ജാക്കറ്റും ജമ്പറും ഇട്ടിട്ട് എൻ്റെ മാതിരി നടക്കാഞ്ഞ് എന്തേ? അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലേ? അതെന്തേ ആ പെങ്ങന്മാരെ എന്തേ കുണ്ടന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാഞ്ഞ്? എൻ്റെ പെങ്ങന്മാരെ വേറെ വല്ല പെണ്ണുങ്ങളോ കല്യാണം കഴിച്ചത് ആണോ? അവരാണുങ്ങളായിട്ടല്ലേ നടക്കുന്നത്? അവർക്ക് മക്കളെ വളർത്തുന്നുണ്ട്. അവർ എൻ്റെ മാതിരി ലീലാകൃഷ്ണനായിട്ടാണ് വളർത്തുന്നത് ആണോ? ഈ എവിടുന്നാ പോർക്കജി വരുന്നത്? ഈ എന്തറിഞ്ഞിട്ടാണ് പോയിരിക്കണേ? അല്ല, അന്നെ ഈ ചാനൽ ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് വിളിച്ചിരുത്തി ഇങ്ങനെ ഊക്കി വിടുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കൊന്നും ആണല്ലേ? നിങ്ങളെ കുടുംബത്തിലെ ആൾക്കാരില്ലേ? നിങ്ങൾക്ക് വാപ്പിയമ്മയൊന്നുമില്ലേ? ഇതുപോലൊരു ഒന്നാന്തരം ഒരു കുണ്ടനെയും പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മതം ഇങ്ങനെ ഓതി കൊടുക്കുക, ഇതാക്കുക. അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും. അവന് സൗകര്യമുള്ളത് അവൻ പറയും. ഇതാ അവസ്ഥ. നാണുണ്ടോ നിങ്ങൾക്ക്? ഒരു സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ വക ഇതിലേക്ക്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിൻഭാഗത്ത് കൂടെ പ്രവേശിക്കരുതേ, പിൻഭാഗത്ത് കൂടെ പ്രവേശിക്കരുതേ എന്ന് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ നബിമാരും വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും അന്നൊന്നും ഇപ്പം മദ്രസയിൽ പോയിട്ടില്ല. അന്നൊക്കെ ഇപ്പം വേറെന്തോ പരിപാടിക്ക് പോയിക്കായിരുന്നു. എന്നിട്ടിപ്പോൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല, വെറുക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതൊക്കെ വളച്ചൊടി. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആണും ഇതാക്കിയിട്ടാണല്ലോ കുട്ടികളുണ്ടാവുക. അങ്ങനെയാണല്ലോ. എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അയാൾ മരിച്ചു പോയില്ലേ, കബറിൽ കിടക്കണ എൻ്റെ ഉപ്പ. അയാൾക്കൊരു സമാധാനം തൊയിലും കൊടുക്കാതെ ഇങ്ങനെ വന്നിരുന്ന് കണകുണ പറയിപ്പിക്കണം എന്തിനാ? എത്ര ആൾക്കാരെ നാട്ടുകാരല്ല എന്ത് ചെറിയ വിളിക്കണേ? എന്തിനാ ഇങ്ങനെ നിൽക്കണത്? അണക്ക് ആണായിട്ടാണ് നടന്നൂടെ? അല്ലെങ്കിൽ വേണ്ട, ഇനി ഇങ്ങനെയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒതുങ്ങി ഭാഗത്തൊരു ഭാര്യ ഇരുന്നൂടെ? ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എൻ്റെ ഈ കണ്ടിട്ട് ചെറിയ മക്കളൊക്കെ ഇതേ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ ആളുകളും മക്കളെ ഇത് വളർത്തുന്നത് എന്തിനാറിയോ? നാളെ അവരെ കൊണ്ടൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നേരെ ചൊവ്വയെ വളർത്തിയിട്ട് നാളെ മരിച്ച് കബറിൽ പോയി കിടക്കുമ്പോൾ ആ കബറിൻ്റെ അടുത്ത് നിന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുക ആൺമക്കൾ. പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന മക്കൾ അവർ. അങ്ങനെയൊക്കെ ആൺകുട്ടികൾക്കാണ് ഈ കബറിങ്ങൾക്കും ഇതിൽക്കും ഒക്കെ പ്രവേശിക്കാനുള്ളൊരു ഇതുള്ളത്. ആ പള്ളിയിൽ പോയിട്ട് മയ്യത്ത് നിസ്കരിക്കാനുള്ളൊരു ഇതുള്ളത്. പെണ്ണുങ്ങൾക്കല്ലല്ലോ. എന്നിട്ട് ഈയൊക്കെ എന്ത് സ്വഭാവമാണ് ഇതൊക്കെ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവ ഇരുന്നിട്ട് പറയാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബൻ്റെ ഇസ്ലാമാണല്ലോ അത്. ഇബ ഉണ്ടാക്കിയതാ, പുതിയ മതം അത്. നാണല്ലാത്ത കുണ്ടൻ വളച്ചൊടിച്ചിട്ട് അവൻ്റെ ഒരു കേട്ടും ഇരുത്തും. ആ കൂടെ ഇരിക്കണ പന്നിക്ക് നാണമില്ലടന്ന അയാൾക്ക്. അല്ല, ഒന്നാമത് എൻ്റെ കുടിയിലേക്ക് ഇനി കയറ്റൂലല്ലോ. കാരണം ഉളുപ്പുള്ളവറ്റ എൻ്റെ കുടിയിലുണ്ടെങ്കിൽ എന്നെ ആ പരിസരത്ത് കൂടെ കയറ്റൂല, തച്ചാട്ടി വിടുവന്നെ. നാണമില്ലാത്ത ഓരോ തെണ്ടികൾ വന്നിരുന്നിട്ട് പൊന്നാരം പറയാൻ നിൽക്കുന്നത്. നീച്ച പോടാ പന്നി, കള്ളക്കുണ്ട, കളർക്കുണ്ട.